Then moving on to the material mix variance. Material mix variance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഒരു സബ് പോർഷൻ ആയിട്ടാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസിനെ കണക്കാക്കുന്നത്. അത് നമ്മൾ തുടക്കത്തിൽ ആ ക്ലാസിഫിക്കേഷൻ്റെ പിക്ചർ കാണിച്ചപ്പോൾ തന്നെ ഞാൻ കാണിച്ചായിരുന്നു. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനെ രണ്ടായിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് എം വിയും എം വൈ വിയും. അതിനകത്തെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ് ഇത്. അപ്പം മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് എം യു വിയുടെ ഒരു സബ് പോർഷനാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ കോമ്പോസിഷൻ ഓഫ് എ മിക്സ്ചർ, or in other words, variances arises because the ratio of materials used is changed from the standard set. രണ്ട് എക്സാമ്പിൾ പറയുകയാണ്. രണ്ട് മെറ്റീരിയൽ ഒരു മെറ്റീരിയൽ അത് 2:3 റേഷ്യോയിൽ ആണ് നമ്മൾ രണ്ട് മെറ്റീരിയലും അഡോപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് 2:3 റേഷ്യോയിലാണ് നമ്മൾ രണ്ട് മെറ്റീരിയലും പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്നാൽ ആക്ച്വലി നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളതിനെ 2.4 റേഷ്യോയിലാണ് അല്ലെങ്കിൽ 1:2 റേഷ്യോയിലാണ് നമ്മളതിനെ മെറ്റീരിയൽസിനെ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വന്നിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതും ആക്ച്വലി യൂസ് ചെയ്തതും തമ്മിലുള്ള ആ റേഷ്യോയിൽ വന്ന വേരിയൻസിനെയാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പം മിക്സ്ചറിൽ വരുന്ന കോമ്പോസിഷൻ ആണ്. അപ്പം മെറ്റീരിയൽ മിക്സ് എന്ന് പറയുമ്പോൾ 2:3 കോമ്പോസിഷൻ ഒരു മിക്സിംഗ് ആണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതെങ്കിലും ആക്ച്വലി പ്രൊഡക്ഷൻ്റെ സമയത്ത് 2:4 റേഷ്യോ അല്ലെ 1:2 റേഷ്യോയിലാണ് നമ്മളുടെ മിക്സ് കോമ്പോസിഷൻ നടത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ മെറ്റീരിയലിൻ്റെ യൂസേജിൽ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെ മിക്സിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതിനെയാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാൽക്കുലേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. മെറ്റീരിയൽ മിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇഫ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആർ സെയിം. ക്വസ്റ്റ്യൻ തന്ന മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോട്ടഡ് ദാറ്റ് ഇഫ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് മിക്സ് ആർ സെയിം ഓർ നോട്ട്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും സെയിം ആണോ ടോട്ടൽ എന്നുള്ളത് നോക്കുക. ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി സെയിം ആണെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഇക്വേഷനായ SQ - XQ × SP തന്നെ അഡോപ്റ്റ് ചെയ്യും. എന്നാൽ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടലും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ ടോട്ടലും ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ നേരെ മാറും. ഇക്വേഷൻ എങ്ങനെ വരും? RSQ എന്ന് പറഞ്ഞാൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് AQ × SP എന്ന് ആകും. ഓക്കെ, ഒരിക്കൽ വൺസ് അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇഫ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആർ സെയിം, material mix variance is determined as following the equation same as regarding material quantity variance, അതായത് SQ - AQ × SP. എന്നാൽ if total weight of actual and standard mix are different, അവിടെ ഇക്വേഷൻ മാറും. RSQ - AQ × standard price എന്ന്
നമുക്ക് ഞാൻ എൻ്റെ രണ്ട് രീതി ഞാൻ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ്ലി നോക്കി, കാൽക്കുലേറ്റ് ദ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഫ്രം ദി ഫോളോയിങ്. നോക്കി, മെറ്റീരിയൽ എ ബി സ്റ്റാൻഡേർഡും ഉണ്ട് ആക്ച്വലും ഉണ്ട്. മെറ്റീരിയൽ എ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് 90 യൂണിറ്റ്സ് അറ്റ് ₹12, ആക്ച്വൽ 100 യൂണിറ്റ്സ് അറ്റ് ₹12. മെറ്റീരിയൽ ബിയുടെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് 60 യൂണിറ്റ്സ് അറ്റ് ₹15, ആക്ച്വൽ 50 യൂണിറ്റ്സ് അറ്റ് ₹16. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാണാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ ഏത് അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഓൺ ദ ബേസിസ് ഓഫ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ആക്ച്വൽ മിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും ടോട്ടൽ ചെയ്ത് നോക്കണം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 90 + 60 എത്ര വരും? 150. ആക്ച്വൽ ക്വാണ്ടിറ്റി 100 + 50 എന്ന് പറയുന്നത് 150. സോ ദ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ആൻഡ് ആക്ച്വൽ മിക്സ് ആർ സെയിം. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനെ എടുത്ത് അപ്ലൈ ചെയ്യത്തുള്ളൂ? സ്റ്റാൻഡേർഡ് SQ - AQ ഇൻറ്റു SP എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ് എടുത്ത് അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് ദ സ്റ്റാൻഡേർഡ് മിക്സ് ആൻഡ് ആക്ച്വൽ മിക്സ് ആർ സെയിം. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിച്ചേ? ഇവിടെ SQ ഇപ്പം മെറ്റീരിയലിൻ്റെ എയും ബിയും ഉണ്ട്. രണ്ട് മെറ്റീരിയലുള്ളതുകൊണ്ട് രണ്ട് മെറ്റീരിയൽ സെപ്പറേറ്റ് കണ്ടിട്ട് വേണം ടോട്ടൽ മിക്സ് വേരിയൻസ് കാണാൻ. അപ്പോൾ എയുടെ മിക്സ് വേരിയൻസ് കാണുമ്പോൾ എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 90 മൈനസ് എയുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി 100 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എയുടെ 12 കണ്ടോ? അപ്പം 120 അഡ്വേഴ്സ് ഫിഗർ വന്നു, മൈനസ് 120. ബിയുടെ മിക്സ് വേരിയൻസ് എടുക്കുമ്പോൾ ബിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 60, ആക്ച്വൽ ക്വാണ്ടിറ്റി 50 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 15. അപ്പം 150 ഫേവറബിൾ വേരിയൻസ് പോസിറ്റീവ് ഫിഗർ ആണ് വരുന്നത്. അപ്പോൾ എയുടെ മിക്സ് വേരിയൻസ് അഡ്വേഴ്സ് ആണ്, ബിയുടെ മിക്സ് വേരിയൻസ് ഫേവറബിൾ ആണ്. -120 + 150 ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ മിക്സ് വേരിയൻസ് എത്ര വരും? 30 വരും. ഇറ്റ് ഈസ് എ ഫേവറബിൾ വേരിയൻസ്. കണ്ടോ? അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത ഇക്വേഷൻ നോക്കി, SQ - AQ ഇൻറ്റു SP ആണ് അഡോപ്റ്റ് ചെയ്തത്. കാരണം ദ സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ ടോട്ടലും ആക്ച്വൽ മിക്സിൻ്റെ ടോട്ടലും സെയിം ആയതുകൊണ്ട്. എന്നാൽ ഇതേ
സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വേറൊരെണ്ണം നോക്കാം. ഇത് കണ്ടോ, മെറ്റീരിയൽ മിക്സ് വേരിയൻസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചെറിയൊരു മാറ്റം ഞാൻ ആ ക്വസ്റ്റിനകത്ത് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി, സ്റ്റാൻഡേർഡ് ഇവിടെ സ്റ്റാൻഡേർഡ് 90, 60, 150 തന്നെയാണ്. എന്നാൽ ആക്ച്വൽ മിക്സ് എന്ന് പറയുന്നത് 100 + 60, 160 അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് മിക്സ് 150, ആക്ച്വൽ മിക്സ് ടോട്ടൽ 160. ടോട്ടൽ വെയിറ്റ് രണ്ടിനും രണ്ടാണ്, ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, അവിടെ അപ്ലൈ ചെയ്ത സിൻസ് ദ സ്റ്റാൻഡേർഡ് മിക്സ് ആൻഡ് ആക്ച്വൽ മിക്സ് ആർ ഡിഫറെൻറ്റ്, അവിടെ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഏത്, RSQ - AQ × SP എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ RSQ കാണണം. അപ്പോൾ RSQ കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. Before moving on to this calculation, we have to firstly identify the RSQ value. RSQ value ഇവിടെ നോക്കിയേ, RSQ value of എയുടെ ഇപ്പോൾ രണ്ട് മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് സെപ്പറേറ്റ് കാണേണ്ടത്. മെറ്റീരിയൽ എയുടെ RSQ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RSQവിൻ്റെ ഇക്വേഷൻ ഞാനിപ്പോൾ ഇതിനകത്ത് അത് കാണിച്ചിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോ, ഞാൻ പറയാം. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു total actual quantity. ഒന്നുകൂടെ പറയാം, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി is determined as by equating standard quantity divided by total standard quantity into total actual quantity, SQ divided by TSQ into TAQ. ആ ഇക്വേഷൻ രീതിക്കാണ് ഞാനിവിടെ സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയുടെ നോക്കുവാണെങ്കിൽ എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് SQ എന്ന് പറയുന്നത് 90 ആണ് അല്ലേ, 90 കിട്ടും. ഡിവൈഡഡ് ബൈ എയുടെ ടോട്ടൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 90, 60, 150 ആണെന്നറിയാം. അപ്പോൾ അതാണ് 90/150 എന്ന് പറയുന്നത്. ഇൻറ്റു ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്, 160. അപ്പോൾ 90/150 × 160 എന്ന് പറയുമ്പോൾ എയുടെ റിവൈസ്ഡ് ക്വാണ്ടിറ്റി 96. Then revised quantity സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് B എന്ന് പറയുമ്പോൾ ബിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എടുക്കണം. ബിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 60 ആണ്. 60 ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 150 ഇൻറ്റു ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 160 ചെയ്യുമ്പോൾ നമുക്ക് 64 ബിയുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടും. ദെൻ ഡയറക്റ്റ്ലി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, RSQ - AQ × SP. അപ്പോൾ എയുടെ കാണുമ്പോൾ എങ്ങനെ വരും, മിക്സ് വേരിയൻസ് കാണുമ്പോൾ 96 - ആക്ച്വൽ ക്വാണ്ടിറ്റി 100 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 12, അപ്പം 48 അഡ്വേഴ്സ് വേരിയൻസ് ആണ് വരുന്നത്. ബിയുടെ മിക്സ് വേരിയൻസ് എന്ന് പറയുമ്പോൾ 64 ആണ് RSQ കണ്ടുപിടിച്ചിരിക്കുന്നത്, അതേ -60 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 15. അപ്പം നമുക്ക് 60 ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ ഫേവറബിൾ വേരിയൻസ്. സോ ടേക്ക് ദ അഗ്രിഗേറ്റ് ഓഫ് ദീസ് ടു വേരിയൻസസ് 48 ആൻഡ് 60. അതായത് 48 നെഗറ്റീവ് ഫിഗർ ആണ്, 60 എന്ന് പറയുന്നത് പോസിറ്റീവ് ഫിഗർ ആണ്. സോ ദ ടോട്ടൽ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ബിക്കംസ് 12. ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റ്സ് ഫേവറബിൾ വേരിയൻസ്. ഓക്കെ.
Moving on to the first problem of material variance. നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട്ബുക്കിൽ ആദ്യം എഴുതി വെക്കുക. നോട്ട്ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ബാക്കി കേൾക്കുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ എഴുതി വെക്കുക. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് 1000 kilogram of chemical X is as follows: 300 kilogram of material A at rupees 10, 400 kilogram of material B at rupees 5, 500 kilogram of material C at rupees 6. During a period, 2000 kilogram of mixture X were produced from the usage of 550 kilogram of material A, 850 kilogram of material B, 900 kilogram of material C at a very different cost. Calculate material variance.
സൊല്യൂഷനിലോട്ട് പോകുമ്പം വി ഹാവ് ടു ഫസ്റ്റ്ലി ഐഡന്റിഫൈ ദ 4 elements of 4 elements for 4 values. ഒന്ന് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്, സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്, ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് എത്രയാണ്, ആക്ച്വൽ പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്. ഈ കാര്യങ്ങൾ 4 എലമെന്റ്സും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കണം, 3 മെറ്റീരിയൽസ് ആണ് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് ഇല്ലേ. ഓക്കെ, 3 മെറ്റീരിയൽസ് നമുക്ക് തന്നിട്ടുള്ളപ്പോൾ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. എന്നിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ് ഓരോ മെറ്റീരിയലിൻ്റെയും വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അതെത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് അറിയാം. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ്, അതായത് 1000 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്, എത്രയൊക്കെയാണ് വരുന്നത്. 1000 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് മെറ്റീരിയൽ എ 300 കിലോഗ്രാം വേണ്ടി വരുക, മെറ്റീരിയൽ ബി 400 കിലോഗ്രാം, മെറ്റീരിയൽ സി 500 കിലോഗ്രാം വേണ്ടി വരും എന്നുള്ളതാണ് നമ്മളവിടെ എന്ത് ചെയ്തത്, എസ്റ്റിമേറ്റ് ചെയ്തത്. പക്ഷേ അവിടെ നോക്കണം, നമുക്ക് ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ല വേണ്ടത്. കാരണം അത് 1000 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ് 300, 400, 500 കിലോഗ്രാം അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടത് എന്തുവാ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ്. നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലെ ആക്ച്വൽ പ്രൊഡക്ഷൻ, എത്ര യൂണിറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നടന്നിരിക്കുന്നത്, അല്ലെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്, 2000 കിലോഗ്രാം. അവിടെ പറയുന്നില്ലേ, ഡ്യൂറിങ് എ പീരീഡ് 2000 കിലോഗ്രാം വേർ പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2000 കിലോഗ്രാം ആണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ എ ബി സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രൊഡക്ഷൻ ഓഫ് 1000 കിലോഗ്രാം ആണ്. അപ്പം 1000 കിലോഗ്രാമിന് മെറ്റീരിയൽ എ 300 വേണമെങ്കിൽ 2000 കിലോഗ്രാമിന് എത്ര വേണം, 600 വേണം അല്ലേ. മെറ്റീരിയൽ ബി 1000 കിലോഗ്രാം 1000 കിലോഗ്രാം ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ ബി 400 കിലോഗ്രാം വേണമെങ്കിൽ 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 800 കിലോഗ്രാം മെറ്റീരിയൽ ബി വേണം. യെസ്. ദെൻ മെറ്റീരിയൽ സി 500 കിലോഗ്രാം ആണ് 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. എന്നാൽ 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനപ്പോൾ എത്ര വേണം, 1000 കിലോഗ്രാം വേണം. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. കണ്ടോ, മെറ്റീരിയൽ എ എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 2000 എന്ന് എടുത്തിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം 300 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടേ ആയിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് അതല്ല, 300 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ് വേണ്ടത്. അപ്പം ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ ബേസിലുള്ള ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ 300 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 2000 ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, 600 അവിടെ കിട്ടും ഇല്ലേ. മെറ്റീരിയൽ 600 ആണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്തത് എത്രയാണ്, 550 ആണെന്ന് താഴെ പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് പ്രൈസ് 10 ആണ്, ആക്ച്വൽ പ്രൈസ് 9 പെർ kg ആണെന്നും അവിടെ തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ മെറ്റീരിയൽ ബി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് 1000 കിലോഗ്രാം ആണ് ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1000 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ 400 മതിയായിരുന്നു. അപ്പോൾ എന്നാൽ ആക്ച്വൽ ഔട്ട്പുട്ട് 2000 ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 400 ബൈ 1000 ഇൻറ്റു 2000 എടുക്കണം. അപ്പോൾ നമുക്ക് എത്ര വരും, 800 വരും. അതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് 850 ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും ഡയറക്റ്റ്ലി അവിടെ മെറ്റീരിയൽ ബിയുടെ തന്നിട്ടുണ്ട്. ദെൻ മെറ്റീരിയൽ സി അതുപോലെ കാണുമ്പോൾ 500 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 2000 എന്ന് വരും. അപ്പോൾ എത്ര വരും, 1000 വരും. ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തത് 900 കിലോഗ്രാം. സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും അവിടെ പെർ kg തന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ നിങ്ങൾക്ക് മനസ്സിലായി കാണണമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇപ്പം മെറ്റീരിയൽ വേരിയൻസിൻ്റെ കാൽക്കുലേഷൻ നമ്മളോട് ചോദിക്കുമ്പോൾ, അല്ലെ മെറ്റീരിയൽ വേരിയൻസിൻ്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഈ
4 കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിന്റെ കേസാണ്. ഓക്കെ, സോ അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ 4 എലമെന്റ്സുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഇനി ഇക്വേഷൻസിലോട്ട് അപ്ലൈ ചെയ്യാണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കാണാൻ SP ഇൻറ്റു SQ മൈനസ് AP ഇൻറ്റു AQ. അപ്പം 4 എലമെന്റ്സും നമുക്കറിയാം, നിങ്ങൾക്ക് ഐഡന്റിഫയബിൾ ആണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ SQ എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നിടത്ത് നമ്മൾ എഴുതുന്ന വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ കോസ്റ്റ് വേരിയൻസ് 3 മെറ്റീരിയലിനെ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അഡ്വേഴ്സ് ഫിഗർ ആണ്, 350 ആണ് വരുന്നത്. അപ്പം ഇപ്പോൾ നോക്കിയാൽ അറിയാം, കോസ്റ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എയുടെ 1050 ഫേവറബിൾ വരും, പോസിറ്റീവ് ഫിഗർ ആണ്. ബിയുടെ കോസ്റ്റ് വേരിയൻസ് നെഗറ്റീവ് 1100, അതുകൊണ്ടാണ് അത് അഡ്വേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സിയുടെ കോസ്റ്റ് വേരിയൻസ് -300 ആണ് അത് വരുന്നത്, അതുകൊണ്ട് ഞാനത് അഡ്വേഴ്സ് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനവിടെ അഡ്വേഴ്സ് എന്ന് കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനവിടെ നെഗറ്റീവ് സൈൻ ഇടാത്തത്. പക്ഷേ അഗ്രിഗേറ്റ് ചെയ്യുമ്പം ആ എഫക്റ്റോട് കൂടിയിട്ടാണ് ഞാനവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 1050 പ്ലസ് -1100 പ്ലസ് -300, അപ്പോൾ ചെയ്യുമ്പോൾ 350 അഡ്വേഴ്സ് ഫിഗർ കിട്ടും. ദെൻ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കാണുമ്പോൾ അവിടുത്തെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ്. അപ്പോൾ ഇത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കിട്ടും. ദെൻ MQV കാണുമ്പം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ ആ തന്നിരിക്കുന്ന കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എലമെൻസിൻ്റെ ഓരോ വാല്യൂസും മെറ്റീരിയൽ വൈസ് നോക്കിയിട്ട് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതുകൊണ്ട് ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിടത്തൊക്കെ നമ്മൾക്ക് എഴുതിയിരിക്കുന്നത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ല, ആക്ച്വൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, MQV എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 850 ഫേവറബിൾ വാല്യൂ ആയിട്ട് കിട്ടും. ഇനി ഈ ചെയ്ത ഇത്രയും വേരിയൻസ് നമുക്ക് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് ക്രോസ് ചെക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തരം കറക്റ്റ് ആണോ ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ചെയ്യേണ്ടത് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസിൻ്റെ വാല്യൂവും മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ വാല്യൂവും കൂട്ടുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ വാല്യൂ വരണം. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് കൂട്ടി നോക്കിയാൽ അറിയാം, 850 ആണ് ക്വാണ്ടിറ്റി വേരിയൻസ് വന്നിരിക്കുന്നത്. പ്രൈസ് വേരിയൻസ് -1200 ആണ്.
അപ്പം 850 പ്ലസ് -1200 എന്ന് പറയുമ്പോൾ നമുക്ക് -350 ആണ് വരുന്നത്. അപ്പോൾ കോസ്റ്റ് വേരിയൻസ് കിട്ടിയിരിക്കുന്നു -350 ആണ്. സോ ഇത്രയും ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Then moving on to the material mix variance. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിൽ ടോട്ടൽ വെയിറ്റ് ഡിഫറൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വെച്ച് ആ ടേബിൾ നോക്കിയാൽ മതി. ആക്ച്വൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ടോട്ടലും ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തിരിക്കുന്നതും ടോട്ടലും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെ കമ്പയർ ചെയ്യുക. അപ്പം നമ്മൾക്ക് അറിയാൻ പറ്റും ടോട്ടൽ വെയിറ്റ് രണ്ടിൻ്റെയും സെയിം ആണോ അല്ലയോ എന്നുള്ളത്. അപ്പം നമ്മളവിടെ കണ്ടിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളവിടെ എയുടെ എന്ന് പറയുന്നത് 600-ഉം ബിയുടെ 800-ഉം സിയുടെ 1000-ആണ് വരുന്നത്. അതായത് 2400 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ ടോട്ടൽ. എന്നാൽ ആ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തതിൻ്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 550 പ്ലസ് 850 പ്ലസ് 900 എന്ന് പറയുമ്പോൾ 2300 ഉള്ളൂ. എന്ന് പറയുമ്പോൾ there is a difference between total standard quantity and the total actual quantity. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും? RSQ മൈനസ് AQ ഇൻറ്റു SP ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫസ്റ്റ്ലി ഐഡന്റിഫൈ ദ RSQ വാല്യൂ ഓഫ് ഈച്ച് മെറ്റീരിയൽ. RSQ വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇതാണ് ഇക്വേഷൻ. SQ ഡിവൈഡഡ് ബൈ TSQ ഇൻറ്റു TAQ. അപ്പം SQ എന്നിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ച്വൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ് ഓരോ മെറ്റീരിയലിനെ വെച്ച്. അപ്പോൾ TSQ ഓഫ് A കാണുവാണെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 600 നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. 600 ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 2400 ഇൻറ്റു ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 2300 എന്ന് പറയുമ്പോൾ 575 വരും. ഇതേപോലെ ബിയുടെയും സിയുടെയും RSQ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ദെൻ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാണണം. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാണാനായിട്ട് ഓരോ മെറ്റീരിയലിൻ്റെയും RSQ വാല്യൂവിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് കുറച്ചിട്ട് അതിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വേരിയൻസ് നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഓഫ് A എന്ന് പറയുന്നത് ഫേവറബിൾ ആണ്, B എന്ന് പറയുന്നതിൻ്റെ വേരിയൻസ് അഡ്വേഴ്സ് ആണ്, സിയുടെ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് ഫേവറബിൾ ആണ്. അപ്പോൾ അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കിന് അഗ്രിഗേറ്റ് ഓഫ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ബിക്കംസ് 183 വിച്ച് ഇൻഡിക്കേറ്റ്സ് ഫേവറബിൾ വേരിയൻസ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഈ പ്രോബ്ലം ഈ സെഷനിൽ നമ്മൾ MYV മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ MMV MQV ആയിട്ട് ഇന്റർ കണക്ട് ചെയ്യാനായിട്ട് നമുക്കിപ്പം പറ്റത്തില്ല. MYVയും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ MYVയുടെ ഉത്തരവും MMVയുടെ ഉത്തരവും കൂടെ കൂട്ടുമ്പോൾ ഈ MQVയുടെ ആൻസർ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്കത് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇത് വെച്ചുകൊണ്ടുള്ള അപ്പം എന്നാലും ചെയ്തത് അത്രയും കറക്റ്റ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം MQV പ്ലസ് MPV ചെയ്യുമ്പോൾ MCV കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ആൻസറബിൾ ആകും. ഓക്കെ. Then material yield variance. Material yield variance explains the remaining portion of total materials quantity variance. It is that portion of material usage variance which is due to the difference between actual yield obtained and the standard yield specified. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം yield variance ഏത് സിറ്റുവേഷനിലാണ് റൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. In which situation yield variance arises, which is the impact behind actual yield obtained and standard yield specified are different. For example, 100 units are introduced into a process. If there is a 10%
normal loss are expected from that production. In that situation or in that case, we expect a standard yield from that process becomes 90, right? But in actually we get the production or output or amounting or 85 units production is actually obtained. In that case, we note that our expected standard output is 90, actual yield obtained becomes 85. Is there a significant difference, or is there is a variation between actual yield and the standard yield? In that situation, yield variance becomes a rise. If actual output is given, actual output തരുവാണെങ്കിൽ മെറ്റീരിയൽ yield variance compute ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം actual output is given or not in the question. Actual output is given in the question. Material yield variance can be computed by equating standard rate into actual yield minus standard yield for actual input. That is the normal equation. Whereas if actual output is not given in the question or not mentioned directly, material yield variance can be computed by equating standard quantity for actual output minus revised standard quantity into standard price. To be note that in this equation, standard price in this equation and the standard rate in this equation is not similar. Is two are both are different. Standard yield, what it means, it is the production which should result in by the input of actual quantity of materials. Actually ഇത്ര quantity of materials നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എത്രമാത്രം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടാം, അതാണ് സ്റ്റാൻഡേർഡ് yield എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Standard yield is equal to is calculated by equating actual mix of material minus standard loss. But calculating standard rate, we have to focus on the situation or situation in question like TSQ and TAQ are same or not. If TSQ and TAQ are same in the question, standard rate is calculated by dividing standard cost of standard mix with net standard output quantity. Net standard output quantity is indicated by gross output minus standard loss, if any. Whereas if TSQ and TAQ are differ in question given, standard rate is calculated by dividing standard cost of revised standard mix with the net revised standard output quantity. Okay,